ഇതിപ്പോൾ ആരാ ഈ പറയണേ, അടി കൂടാത്തൊരു ചേച്ചി ഇവിടെ ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വെക്കേഷൻ സമയത്തിന് ഇവർക്കൊരു സാധനം ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതൊന്നുമല്ല, ഇവർ ഈ പരസ്യത്തിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണെങ്കിലും അച്ഛൻ വെക്കേഷൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊറിയറുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഒരു വണ്ടിയാണ്, അതാണ് പറയുന്നത്. രണ്ടുപേരും കൂടി അടി കൂടിക്കഴിഞ്ഞാൽ നമുക്കതിന് റിട്ടേൺ ചെയ്യാം, അച്ഛനോട് പറയാമെന്നൊക്കെ. അതെ, വെയിറ്റ് ചെയ്ത് ഇതാ നമ്മുടെ ആമസോൺ പ്രോഡക്റ്റ് എത്തിയിട്ടോ. അപ്പോൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് അവർ തന്നെയും പോകുന്നത്. അത്ര വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ കൊറിയറുകാരനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിൽ കയറിയിട്ട് അപ്പോൾ രണ്ടാളും കൂടി പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പം അമ്പാടിക്ക് എപ്പോഴും ഉള്ള കാര്യമാണ് ആ സൈക്കിൾ വേണം, അത് വേണം, ഇത് വേണം. പരസ്യത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ അത് വേണം എന്നൊക്കെ ആൾ ഓർത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ അവൻ്റെ ഒരു നിർബന്ധത്തിന് അച്ഛൻ ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ നാട്ടിലും ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് വാങ്ങിക്കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. രണ്ടാൾ തന്നെയാണ് മെയിനായിട്ട് ഇതെല്ലാം ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തു, പിന്നെ അച്ഛൻ അതിനെയൊക്കെ ഫിറ്റ് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ. എന്താ സംഭവം എന്ന് നമുക്ക് ഇവർ ഓപ്പൺ ആക്കുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഓപ്പൺ ആക്കി. അയ്യോ ഇതെന്താ അച്ഛൻ പറ്റിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ പേപ്പേഴ്സ് എന്തൊക്കെയുള്ളതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ആമസോൺകാർ പറ്റിച്ചോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ അതിൻ്റെ ബില്ലും പിന്നെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ അടങ്ങിയ ഒരു പേപ്പർ കിട്ടി. അതിനുശേഷം അതിൻ്റെ ഉള്ളിലാണ് ഒരു ബോക്സ്. അപ്പോൾ നല്ല പാക്കിങ്ങും നല്ല കവറിങ്ങും ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് അതിനെയൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വേറൊരു കാർഡ്ബോർഡ് ബോക്സ് അതിനെടുത്ത് രണ്ടാളും പുറത്തേക്ക് എടുത്തു. പിന്നെ അമ്പാടിക്കൊക്കെ ആണെങ്കിൽ ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇങ്ങനെ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ. ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടി. അപ്പോൾ അത് ദൈവവും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കത്തി വേണം, കത്രിക വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ പോയതാണ് ആ കണ്ട സീൻ. അപ്പോൾ അത് എങ്ങനെയൊക്കെയൊക്കെ പൊളിച്ചൊക്കെ കൊടുത്തു ഞാനും. അപ്പോൾ അതാ ഒക്കെ പീസസ് ആണ്. അതുകൊണ്ട് ഇവർ ഇങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും അമ്പാടിക്ക് ഭയങ്കര ഐഡിയാസാണ്. അവൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് അവിടെ ഫിറ്റ് ചെയ്യണം, ഇവിടെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ. ശരി, അച്ഛനെ വിളിച്ചിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് ഓപ്പൺ ആക്കി വെക്കുകയാണ് ഈ ചെയ്യുന്നത്. ഓരോ പീസസ് ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കവറിങ്ങും പാക്കിങ്ങും ഒക്കെ എന്താണെങ്കിലും ഇഷ്ടമായി. നന്നായി അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. പകുതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അതെ, ഇങ്ങനെയുള്ളൊരു സൈക്കിളാണ് നമ്മുടെ അമ്പാടിയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മേടിച്ചെടുത്ത വെക്കേഷൻ ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ എന്താണെങ്കിലും അച്ഛൻ മേടിച്ചു കൊടുത്തുകൊണ്ട് ഉപകാരമായി. പിന്നെ നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ അവിടെ കുറേ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ വരുന്ന എല്ലാവർക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർക്ക് വന്നപ്പോൾ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണെങ്കിലും കടയിൽ പോകാനൊക്കെ ഉപകാരമായി. അപ്പോൾ ഇവൻ കടയിൽ പോയാൽ പാലൊക്കെ മേടിച്ചിട്ട് കവറിലിട്ട് തൂക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡാണിത്, അവിടെയൊക്കെ ചവിട്ടാറുണ്ട്. അങ്ങനെ രണ്ടാളും നന്നായിട്ട് ഇതൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. ആദ്യം വീടിനകത്തൊക്കെ ആയിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണെങ്കിലും പുറത്തൊക്കെ ഇറക്കി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്ഥലമുണ്ടല്ലോ, റോഡ് അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കടയിൽ പോകുമ്പോഴും ഒക്കെ ആയിട്ടൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 2000 അടുത്താണ് വിലയുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.